നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. അങ്ങനെ ഓണം കഴിഞ്ഞു. എല്ലാവരുടെയും ഓണം നല്ല രീതിയിൽ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് പെട്ടെന്നല്ലേ വർഷത്തിൽ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ചട്നിയാണ് വളരെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചട്നി തയ്യാറാക്കുമ്പോൾ മിക്സിയിൽ ചെറിയ ജാറിനെക്കാട്ടിലും വലിയ ജാറാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം. ഒരു 10 മുതൽ 12 ചെറിയ ഉള്ളി ചേർക്കാം. അപ്പോൾ ഈ ഒരു ചട്നിയിൽ ചെറിയ ഉള്ളി മാത്രം ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പകുതി സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ സവാളയും കൂടി ചേർക്കുന്നത്. അപ്പോൾ കുറച്ചധികം ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 5 മുതൽ 6 വറ്റൽമുളക്, എരിവുള്ള വറ്റൽമുളകും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ 3 കാശ്മീരി വറ്റൽമുളകും കൂടി ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും. കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 ചേർത്തത്. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മുതൽ 7 വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 3 ഇടത്തരം ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ, അതുപോലെ തന്നെ നല്ല ചുമന്ന ടൊമാറ്റോനെ എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. പുളിയുള്ള ടൊമാറ്റോ ഈ ഒരു ചട്നിയിൽ ചേർക്കരുതേ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, കരിവേപ്പില, 2 നുള്ള് കായപ്പൊടിയും കൂടി ചേർക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കായപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഉള്ളി ടൊമാറ്റോയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ഈ മസാലയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ. സമയമെടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ ഇതിന് ഉണ്ടാവുക. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മിക്സി കഴുകി ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാല വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഒരു ചെറിയ സ്പൂണ് അരിപ്പൊടി ചേർക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാണ് ഈ ഒരു ചട്നിയുടെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ സാധാരണ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ചട്നി കുറച്ചും കൂടി ഒന്ന് കുറുകി വരാനായിട്ടാണ്. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് ചേർക്കാം. കടലമാവ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കായപ്പൊടി ചേർത്തില്ലായിരുന്നു, ആ സമയത്ത് കടലമാവും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റണം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. കടലമാവാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കടലമാവ് ഒരു 2-3 മിനിറ്റ് ആ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഈ സമയം കൊണ്ട് മസാല നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടും തിളച്ച് വരണം. ഒരു കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരിപ്പൊടിയുടെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കടലമാവും കൂടാതെ തന്നെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ചെറുതായിട്ട് പുളിച്ച ഇഡ്ഡലി മാവ് 1 സ്പൂണ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഉപ്പ് നോക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം മാത്രമേ ഉപ്പ് നോക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർക്കാം. ശർക്കര പൊടിച്ചതാണെങ്കിൽ ഒരു ചെറിയ സ്പൂണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർക്കാം.
ശർക്കരയും കൂടെ ചേർക്കണം കേട്ടോ. ശർക്കര ചേർത്താലേ ചട്നിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. ഒത്തിരി കട്ടിയല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ല. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയില ചേർക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേര ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഈ ഒരു ചട്നി ഇഡ്ഡലി ദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് ഈ ഒരു ചട്നി സെർവ് ചെയ്യുന്നത്. ചൂടോടുകൂടി തന്നെ ഈ ചട്നി ഇഡ്ഡലിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. സാധാരണ 2 ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാർ ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 ഇഡ്ഡലി വരെ കഴിക്കും. അപ്പോൾ ഇതിൽ വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അധികം എരിവുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ടൊമാറ്റോയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു എരിവ് ബാലൻസ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചട്നി സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല. എല്ലാം പാകത്തിന് തന്നെ ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്